സോ ഗൈസ്, അപ്പൊ അമൃതയുടെ ഷൂട്ടിന് വേണ്ടിട്ട് പോവാണ്. സ്വിഫ്റ്റിനാട്ടോ പോകുന്നത്. കിളി അപ്പിട്ട വണ്ടിയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. കാറിനനുസരിച്ചിട്ടുള്ള ഡ്രസ് ഞാൻ നമ്മളെ പോളോ ഇന്ന് പോവട്ടാ. നമുക്കിതിൽ ലാസ്റ്റ് ഒരു ഡ്രൈവ് പോകണമെന്നുണ്ട്, പക്ഷെ ഇനി എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി തട്ടിയ പൊട്ടിയ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശോകവും. അതുകൊണ്ടിട്ട് നമ്മൾ സ്വിഫ്റ്റിനാണ് പോകുന്നത്. കയറിക്കോളൂ. ഇത് ഇന്ന് രാവിലെ കിട്ടിയ പണിയാണ്. ഇന്ന് രാവിലെ പുറത്തുനിന്നിട്ടതാണ്. അപ്പൊ വന്നിട്ട് കിളി അപ്പിട്ടിട്ട് പോയി. സമയമില്ലാത്തോണ്ട് കഴുകുന്നില്ല. അമൃത വെള്ളം വെക്കുന്ന സ്ഥലം കണ്ട. മാത്രല്ല ചെരുപ്പ് നോക്കി. വീട്ടുകാരുടെ ചെരുപ്പൊക്കെ 2 ആഴ്ച കഴിയുമ്പോഴേക്കും വെള്ളം കുപ്പി ഇവിടെ ഇരിക്കുന്ന അവള് കാണുന്നത്. ഡിപ്രഷൻ. അപ്പൊ ഗൈസ്, ഞങ്ങള് ഷൂട്ടിലേക്ക് പോവാണ്. ഷൂട്ട് കുളവോന്ന് എനിക്ക് തോന്നുന്നത്. ഗൈസ്, അപ്പൊ ഇന്ന് പോളോ സെയിലാവാണ്. എനിക്കാണെങ്കിൽ ഈ വണ്ടിനകത്ത് കയറുമ്പോ അപ്പൊ വൊമിറ്റ് ചെയ്യാൻ വരും. അതുകൊണ്ട് നിഷൻ ചേട്ടൻ മനഃപൂർവ്വം പോളോ കൊടുത്താണെന്ന് തോന്നുന്നു. അവളുടെ വീട്ടിലുള്ള വണ്ടിയാണെന്നറിയോ? ഇത്രയും നാളായിട്ട് കമ്പനി പോലും ഇറക്കാത്തൊരു വണ്ടിയാണ് അവളുടെ വീട്ടിൽ. എന്നിട്ട് അവൾക്ക് സ്വിഫ്റ്റിനെ പുച്ഛം. കമ്പനി പോലും ഇറക്കാത്ത വണ്ടികൾ എന്താണ് ഇപ്പൊ? അല്ല, എന്തായാലും മനഃപൂർവ്വം അല്ലേ താനാ വണ്ടി കൊടുത്തത്. പിന്നെ അത് മാത്രല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരായിരുന്നു. അപ്പൊ അത് പറ്റൂല. നിഷയുടെ കണക്ക് പറഞ്ഞ് പൈസയൊക്കെ മേടിക്കുന്നുണ്ട് ഇപ്പൊ. ഇനി നമുക്ക് നല്ല മൈലേജ് ഉണ്ടായിരുന്നു. മൂന്നാറൊക്കെ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് ഡീസലൊക്കെ അടിച്ച് പോയിട്ട് വന്ന് പിന്നെയും കുറെ ഓടാനുള്ള ഡീസൽ അതിന്റെ അകത്ത് ഉണ്ടാവും. 10:30 എത്തേണ്ട ഗൈസ്. 10:30 എത്തേണ്ട. ഞങ്ങൾ 9 മണിക്ക് ഇറങ്ങാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പിന്നെ എന്റെ കുറച്ച് ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ ഇനി ഉള്ളത് കൊണ്ടിട്ട് ഏകദേശം ഉള്ളത് കൊണ്ടിട്ട് ഞാൻ അവിടെ എത്തുമ്പോ ഞാൻ എത്തിന്ന് പറയാം. ഷോർട്ട് കട്ട് എടുത്താണ് വന്നത്, പക്ഷെ എന്തോ സംഭവിച്ചു. എന്തോ പറ്റിയെന്ന് അറിയാൻ പാടില്ല. അത് കുറച്ച് ലോങ്ങുള്ള ഷോർട്ട് കട്ടായിരുന്നു. ഡയറ്റ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഗൈസ്. വേറൊന്നുമല്ല, ചിക്കൻ ഇല്ല. അതുകൊണ്ട് പട്ടിണിയാണ് രാവിലെ തന്നെ മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ചിലപ്പോ ചിക്കനെ കൊണ്ട് തരും കയ്യില്. സാധാരണ രാവിലെ എണീക്കുമ്പത്തിന് ആൾക്കാര് പറയണത് ഗുഡ് മോർണിംഗ് ആണ്. ഇവള് പറഞ്ഞ 2 ചിക്കൻ. ആ ചിക്കൻ കടയിലെ ചിക്കനെ ഞാൻ പറഞ്ഞു, എടി ചിക്കൻ വേണ്ട നിനക്ക്, ആ ചിക്കൻ സെറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, 2 ദിവസത്തേക്ക് 2 ചിക്കനൊക്കെയാണ് അമൃത കഴിക്കണത്. അമൃത മാത്ര അലിബാബ. എനിക്കാകെ 300 ഗ്രാം ചിക്കനാണ് ഒരു ദിവസം ഉള്ളത്. തനിക്കോ എത്ര? 200, 400. 400. അപ്പൊ എന്നെക്കാൾ 100 ഗ്രാം എക്സ്ട്രാ ആണ് താൻ കഴിക്കുന്നത്. പക്ഷെ സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് അളവൊക്കെ എല്ലാം നോക്കുന്ന അമൃത ആയതുകൊണ്ട് എനിക്ക് 400 ഗ്രാം കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. എത്ര കഴിച്ചിട്ടും ബോഡി സെറ്റ് ആകുന്നില്ല. പെട്രോൾ അടിക്കാൻ അവിടെ എവിടെയെങ്കിലും കേട്ടിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് ഞാൻ നോക്കുമ്പോ നിഷൻ ചേട്ടൻ വായിന്ന് സൗണ്ട് ഒക്കെ ഇടുന്നു. പെട്രോൾ തീരുമ്പോ ഉള്ള സൗണ്ട് ഒക്കെ ഇട്ടേക്കുന്ന നിഷൻ ചേട്ടൻ. നമ്മുടെ പെട്രോൾ തീരുമ്പോഴത്തേനും ടീ എന്ന് പറഞ്ഞ സൗണ്ട് ഇതിന്റെ അകത്തുനിന്ന് കേൾക്കും. അത് ഇവള് കേട്ടില്ല. അതിന് പകരം ഞാൻ മാനുവലി ഞാൻ ഒരു സൗണ്ട് ഉണ്ടാക്കി. എന്റെ ചെവിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ കേട്ടേനെ പെട്രോൾ തീർന്നെങ്കിൽ. ഇതൊന്ന് കണ്ടേ, ഇൻഡിക്കേറ്റർ ഓണായി അവിടെ. അതൊക്കെ ഓടും. ഞങ്ങളെ ട്രെയിനറുടെ അടുത്ത് നിഷയുടെ എന്താ മറ്റേ ആ ടാബ്ലറ്റിന്റെ പേരെന്താ, ഫിഷ് ഓയിൽ ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പുള്ളി മറന്നിട്ട് പറഞ്ഞാ, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നിശ്ചേട്ടൻ പറയാണേ, ഞാൻ റൂമിൽ വെച്ച് കഴിക്കുന്നുണ്ടാവും, ആരും അറിയാണ്ട് അലമാരയിലും പൂട്ടി വെച്ചൊക്കെ കഴിക്കുന്നുണ്ടാവും. അവരുടെ പിന്നെ ബോഡി സെറ്റ് ആക്കാനുള്ളതുകൊണ്ട് കുറച്ച് സെൽഫിഷ് ആയിട്ടുണ്ട്. ഇപ്പൊ വണ്ടി ഇല്ലാന്ന് ഏതോ അടുത്ത് പറഞ്ഞ് ബോഡി സെറ്റായി, ചേട്ടന്റെ ബോഡി എന്താ സെറ്റ് ആകാത്തതെന്ന് ഞാൻ അവിടെ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് ജിമ്മിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ജിമ്മിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു മനസ്സ് വേണം. ഇത് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്നാലും എങ്ങാണ്ട് നിശ്ചയുടെ പുറത്തു പോയി വന്നപ്പോ ഞാൻ നോർമൽ ഡ്രസ്സിൽ നിൽക്കുക, പക്ഷെ ഞാൻ ഫുഡ് വെച്ചിട്ട് റെഡി ആവാൻ പോവാ. അപ്പൊ നിഷൻ ചേട്ടൻ ചോദിക്കുകയാണ്, എന്നാ ജിമ്മിൽ പോകുന്നുണ്ടോ? പോവാതിരിക്കാൻ എന്താ കാരണം? പോവാതിരിക്കണമെങ്കിൽ എന്തൊരു കാരണം വേണ്ടേ? പോകുന്നുണ്ടെന്ന് കാരണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാം. മഴ പെയ്താ അപ്പ ചോദിക്കും പോണോ, വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ല. ഇതൊക്കെ കാരണമാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയോ? എന്നിട്ട് അവിടെ മറ്റേ റിസപ്ഷനിസ്റ്റ് വന്നില്ല. ഇതൊക്കെ കാരണം. ഞാനാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ നടന്നൊക്കെ ഇപ്പൊ പോകുന്നു, നടന്നു പോകുന്നുണ്ട്. ഒരുപാട് ചെക്കന്മാരുണ്ട്. പിന്നെ ചെക്കന്മാരിങ്ങനെ വാരിക്കോരി ഇവളുടെ കണ്ണ് അവിടെ ചെന്ന് ഒരു കണ്ണ് ഇവളുടെ ഇങ്ങോട്ടും ഒരു കണ്ണ് ഇങ്ങോട്ടും. കാരണം അപ്പുറത്തെ സൈഡിലുള്ള ചെക്കന്മാരെ നോക്കണം, ഇപ്പുറത്തെ സൈഡിലുള്ള ചെക്കന്മാരെ നോക്കണം. സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അമൃത എത്തിയിട്ടുണ്ട്. പക്ഷെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ ആൾക്കാർ പോയി. ഞാൻ ഇന്ന് രാവിലെ മറ്റേ സ്റ്റെയർ ഇങ്ങനെ ഇറങ്ങി വരുവാണേ. കാരണം ഇന്നലെ ലെഗായിരുന്നല്ലോ, ഇന്നലെ പിന്നെ ഞാൻ ലെഗായിരുന്നല്ലോ. ഇങ്ങനെ ഇറങ്ങി വരുവാ. അപ്പൊ ഞാൻ നോക്കുമ്പോ നിഷൻ ചേട്ടൻ ഇരിക്കാൻ നോക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് മാത്രമല്ല ചേട്ടനും ഉണ്ടെന്ന്. ഉദ്ഘാടനം കഴിഞ്ഞത് അമൃത അറിഞ്ഞില്ല. കേറി വന്നപ്പോ തന്നെ ആൾക്കാർക്ക് നിഷൻ ചേട്ടനെ മനസ്സിലായി. അപ്പൊ അതിലൊരു പയ്യൻ പറയാം, മറ്റേ എവർഗ്രീൻ അല്ലേ? അങ്ങനെ പറഞ്ഞ ഞാനേ കേട്ടുള്ളൂ, ഞാൻ മാത്രമേ കേട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഷൂട്ട് വേറെ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പൊ അവര് വിചാരിക്കും ഏതോ വലിയ കൂടിയ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ടോ. ഒന്നുമില്ല, ഐഫോണിലാണ്. ഐഫോണൊക്കെ കൂടിയ ക്യാമറ. എനിക്കും ഐഫോണൊക്കെ ഭയങ്കര കൂടിയ ക്യാമറ തന്നെ. ഇവർക്ക് അതൊന്നും, ഇവൾ റിച്ചസ്റ്റ് ഫാമിലി ഓഫ് ദ
മലപ്പുറത്തിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ഫാമിലിയിലെ ഒരു കണ്ണിയാണ് ഗൈസ്. അപ്പൊ അമൃതക്ക് വേണ്ടിട്ട് പ്രോഡക്റ്റ് ഒക്കെ എല്ലാം ഫില്ലപ്പ് ചെയ്തോണ്ടിരിക്കുവാണ്. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ വന്നിട്ട് ഒന്നും മേടിക്കാണ്ട് പോകുന്നത്. മേടിക്കാത്ത വേറെ ഒന്നല്ല, ഡയറ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങള് വീണ്ടും ഞങ്ങളുടെ വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട് അല്ലേ? ഈ സമയത്ത് 2 ഫുഡൊക്കെ കഴിക്കുന്ന, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളിപ്പോ ട്രെയിനറെ വിളിച്ച് ചോദിക്കുവാണ്. വന്നിട്ട് പോയിട്ട് ബിരിയാണി തിന്നും. അതെ. ഹലോ, അതെ, ഇന്ന് ഉച്ചക്ക് ഡയറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താ പുറത്തുനിന്ന് കഴിക്കാൻ പറ്റുക? അല്ല, പറഞ്ഞാ അത് പോയി കഴിക്കായിരുന്നു എന്താണെന്നുള്ളത്. അൽഫാം അല്ലേ? അൽഫാം മാത്രല്ലേ? അൽഫാമും പൊറോട്ടയോ? റൊട്ടി. നിഷൻ ചേട്ടനും അത് തന്നെയല്ലേ? ഞാൻ എന്റെ പോയി അൽഫാമും പൊറോട്ടയോ ഓക്കെ. 8 മാസമായി ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട്. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ പുറത്തുനിന്ന് കഴിക്കാൻ പോണത്. മറ്റേ ക്ലിനിക്കിലെ അപ്പോയിന്റ്മെന്റ് നേരത്തെ ആക്കാൻ വല്ല വഴിയുണ്ട്? വേറൊന്നുമല്ല, ഇന്ന് ഒരൊറ്റ ദിവസം എനിക്ക് കിട്ടിയേക്കുവാണ്. അപ്പൊ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് മാക്സിമം നിഷൻ ചേട്ടനെ കൊണ്ട് പണിയെടുപ്പിക്കുക, എന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിപ്പിക്കുക. അതാണ് എന്റെ ലക്ഷ്യം. എന്റെ 1-2 ഷൂട്ട് തീർത്തു. ഇനി പല്ലിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അത് പിന്നെ 2 പേർക്കും ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. മാക്സിമം കാര്യങ്ങൾ ഇന്ന് നിഷൻ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇത്രയും ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിന്റെ ഔദാര്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് അമൃത കൊടുക്കുന്നു കോപ്പ നമ്പർ 6. അപ്പൊ ഇന്നത്തെ പെട്രോളിന്റെ പൈസ കൊടുക്കാൻ പോകുന്ന അമൃതയാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കമ്പനി അസ്വസ്ഥമാണ്. ഞാൻ അസ്വസ്ഥയാണ് ഇപ്പൊ. ഓ മൈ ഗോഡ്, വീഡിയോ വെച്ചേക്കണ വേറെ ഒന്നും കൊണ്ടല്ല. അവസാനം വരെ എനിക്ക് സംശയമുണ്ട് കൊടുക്കോ ഇല്ല എന്നുള്ളത്. ക്യാമറ കട്ട് ചെയ്ത് എനിക്ക് വാഗ്ദാനം ഓഫ് ചെയ്യാൻ. QR കോഡ്. കണ്ണ് തള്ളിപ്പോകുന്നു ഗൈസ്, കണ്ണ് തള്ളിപ്പോകുന്ന പ്രകടനമാണ് അമൃത കാത്തു വെച്ചത്. ചേക്കായാലോ പിടിച്ച എന്റെ ടങ്കൊക്കെ എത്തോ 12:30. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ പറയുന്നു ഉണ്ടാവുമെന്ന്. ചേട്ടൻ എന്ത് പറയുന്നു? ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, കാരണം 12:30 സ്ലോട്ട് ഒന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ 1 മണിയാകുമ്പത്തിനും വരും. അപ്പൊ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. നോക്കാം. ആരുടെ ഭീഷണകോണകമാണ്. കറക്റ്റ് എങ്ങനെ കാണിക്കുക? പക്ഷെ പാർക്കിംഗ് ഇല്ല. പോവാണ് കറക്റ്റ് പക്ഷെ അവര് പോയിട്ട് അടുത്ത ആള് കയറ്റിയെന്ന് തോന്നുന്നത്. അവിടെ പാർക്കിംഗ് ഇല്ലല്ലോ. ഓ കറക്റ്റ് ആള് പോയി നമ്മുടെ വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ്. ഇതൊക്കെയാണല്ലേ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. ഭാഗ്യം പിന്നെ കരുനാക്കെന്നൊക്കെ പറയണത്. ഇനിയുള്ള സീൻ എന്ന് വെച്ചാൽ 12:30 വരാൻ പറഞ്ഞ മറ്റേ റിസപ്ഷനിസ്റ്റ് നമ്മളിപ്പോ കാണുമ്പത്തേനും ഇറങ്ങി കാലന്മാരെ എന്നൊക്കെ പറയും. ഇവിടുത്തെ ഇനി ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഷൂരണം അല്ലെങ്കിൽ അവര് മറ്റേ കവർ തരും. കവർ തരാൻ പറയാം. കവർ തരും. താങ്ക് യു. ഒരെണ്ണം തലയിൽ വിടാലോ. എനിക്ക് 2 കാറുണ്ട്. ഇത് ഇങ്ങനെ കാലിൽ ഇങ്ങനെ ഇടണം, എന്നാലേ ഇവിടെ അതിന്റെ അകത്ത് കയറ്റുള്ളൂ. എന്തൊക്കെ ആചാരങ്ങളാണ്. ഷൂ ഊരാത്ത ആൾക്കാർക്ക് അവര് തരുന്ന ഓഫറാണ് കവർ. എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ഡോക്ടറാട്ടോ. ഫാമിലിയായിട്ടൊരു ബന്ധമില്ലാത്തതുകൊണ്ട് അമൃതയുടെ പല്ല് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പല്ല് കേൾക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഡെയിലി 2-3 പ്രാവശ്യം പല്ല് കേൾക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അമൃത ആഴ്ചയിൽ 1 പ്രാവശ്യം. ഞാൻ അടുത്ത് പറഞ്ഞില്ല അമൃത, ഡെയിലി 1 പ്രാവശ്യമെങ്കിലും പല്ല് തേക്കുവാണെങ്കിൽ പ്രശ്നമില്ല. ഇത് എപ്പോഴും ക്ലീൻ ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അമൃതനെ വീണ്ടും അടുത്ത ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവാണ്. നമുക്കിതൊന്നും വലിയ ശീലമില്ലാത്ത ഞാൻ പറഞ്ഞല്ലോ അതെങ്കിലും നിനക്കൊന്ന് ക്ലീൻ ചെയ്ത് വിടാറ്. ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പോകണം. ഇത്രയും തിരക്കുള്ള ഡോക്ടർ തന്റെ ഒഴിവിനനുസരിച്ചല്ല. എന്റെ ഓക്കെയാണ്. എന്റെ എന്താണ് എന്റെ അല്ല എന്റെ അറ്റാച്ച്മെന്റ് എങ്ങനെയുണ്ട്? ഇത് അമൃത ഡിപ്രഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നമ്മള് ഫുഡ് കഴിക്കുമ്പോ കുറച്ച് ബ്രേക്ക് വരുമല്ലോ, കുറച്ചു നേരം. തീറ്റ കഴിവുള്ളായിട്ട് നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. അല്ലല്ല ഇപ്പൊ കുറയാനാ ഇപ്പൊ ഫുഡൊക്കെ കുറച്ച് ഞാൻ മെലിഞ്ഞു. ഇപ്പൊ അന്ന് കൂടാനായിരുന്നു. ഇവളിങ്ങനെ ആദ്യം കൂട്ടും കുറയ്ക്കും. നമുക്ക് പ്രോഡക്റ്റ് ഒക്കെ മേടിക്കണമല്ലോ ഒരുപാട്. അവ കൂട്ടും കുറക്കും പിന്നെ കൂട്ടും. അപ്പൊ അമൃത വീട്ടിൽ തിരുമറി നടത്തി ഗൈസ്. അമൃത അലനേഴ്സ് തെറ്റിച്ചാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഒന്നും ഞാൻ വിധ ഡോക്ടറെ കണ്ടത്. ഇവളുടെ പേര് പറയുന്നത് എന്റെ പേര് പറഞ്ഞത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് 10 ദിവസം ഇടാൻ പറഞ്ഞേക്കണം. അമൃതക്ക് 7 ദിവസം ഇടാൻ പറഞ്ഞേക്കണം. അപ്പൊ എനിക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേനും കുറച്ച് ടൈമൊക്കെ പോകുന്നതുകൊണ്ടിട്ട് ഞാൻ ചിലപ്പോൾ 12 ദിവസമൊക്കെ ഇടും. അമൃത കറക്റ്റ് 7 ദിവസവും 2 സെക്കൻഡും കഴിയുമ്പോഴത്തേനും അമൃത ഊരി വെച്ചിട്ട് മറ്റേ ഇപ്പൊ കാരണം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരുപാട് സമയമൊക്കെ വേസ്റ്റ് ആക്കുന്നുണ്ട്. കുളിക്കാൻ പോകുമ്പോൾ ഊരും ഉപയോഗിക്കുന്നില്ല. അതിനിപ്പോ വേറെ സാധനം ഉപയോഗിക്കുന്നില്ല. പൊന്നെ പെണ്ണും പിള്ളേ ഞാൻ ഉപയോഗിക്കൊണ്ടല്ലോ. നീ എന്നല്ല കാണുന്നത്. ആ ബോക്സ് എവിടെ ഇരിക്കുന്നത്? എനിക്ക് അത്ര മാത്രം ആ ബോക്സ് എവിടെ ഇരിക്കുന്നത് അത് മാത്രം എന്റെ അടുത്ത് പറ. ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ പോണേ.
ഓക്കെ. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. കാറിൽ വെച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്ന് തോട്ട് ഫുള്ള് കാറിൽ വെച്ച് വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങൾ കാറിൽ വെച്ച് വീഡിയോ എടുക്കുന്നില്ല. അപ്പൊ നേരെ പോയിട്ട് നമ്മുടെ പോളോ കൊടുക്കണം. പോളോ മേടിക്കാൻ വേണ്ടി നാളെ വന്നിട്ടുണ്ട്. അപ്പൊ 6:30 അവരെത്തും. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഷൂട്ട് അമൃത എല്ലാ ഷൂട്ട് കഴിഞ്ഞു, പല്ലിന്റെ പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. ടാറ്റ. ഇതാണ് ഞങ്ങളുടെ ജിമ്മിന്റെ ഫേസ് എടുക്കുക നോക്കട്ടെ. യെസ്, ഇതാണ് ഞങ്ങളുടെ ട്രെയിനർ സുധീഷ് ബ്രോ. താങ്ക് യു ഫോർ ട്രെയിനിങ് അസ്. എന്തോ ആക്കിക്കൊണ്ടൊരു ചിരി, എന്തോ ആക്കിക്കൊണ്ടൊരു ചിരി ഇല്ലേ? കഴിഞ്ഞ ഓക്കെ. താങ്ക് യു സോ മച്ച്. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് തീരും. ഞങ്ങൾ തീരും. ബൈ.